പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന വിഷയമാണ്. ഇതിൽ 3 കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് വളരെ ഡീറ്റെയിൽ ആയി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. 4ാമത്തെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ് ഓസ്മോറ്റിക് പ്രഷർ. അതെന്താണ് എന്ന് പറയുന്നതിന് മുമ്പ്, വാട്ട് ഈസ് ഓസ്മോസിസ്? ഓസ്മോസിസ് എന്നാൽ എന്ത്? നിങ്ങൾ ബയോളജി ക്ലാസ്സുകളിൽ ഇത് പഠിച്ചതാണ്. ഓസ്മോസിസിനെ പല രൂപത്തിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം. അതിൽ 2 ഡെഫിനിഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്ന്, ഫ്ലോ ഓഫ് സോൾവെന്റ് മോളിക്യൂൾസ് ഫ്രം പ്യുവർ സോൾവെന്റ് to solution through a semi-permeable membrane. ഒരു സോൾവെന്റിനെയും ഒരു സൊല്യൂഷനെയും ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്താൽ സോൾവെന്റ് മാത്രമുള്ള ഭാഗത്ത് നിന്ന് സൊല്യൂഷൻ ഭാഗത്തേക്ക് സോൾവെന്റ് ഫ്ലോ ചെയ്യുന്നത് കാണാം. ഇതിനെയാണ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. മറ്റൊരു ഡെഫിനിഷൻ, ഫ്ലോ ഓഫ് സോൾവെന്റ് മോളിക്യൂൾസ് ഫ്രം എ ലോവർ കോൺസെൻട്രേഷൻ സൈഡ് ടു എ ഹയർ കോൺസെൻട്രേഷൻ സൈഡ് ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. ഇവിടെ 2 സൊല്യൂഷൻ ഉണ്ട്. ഒന്ന് ലോവർ കോൺസെൻട്രേഷനുള്ള ഒരു സൊല്യൂഷനാണ്, മറ്റൊന്ന് ഹയർ കോൺസെൻട്രേഷനുള്ള സൊല്യൂഷനാണ്. ഇത് രണ്ടിനെയും ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു. നമുക്കറിയാം, ലോവർ കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പോൾ അവിടെ സൊല്യൂട്ടിൻ്റെ അളവ് കുറവായിരിക്കും, സോൾവെന്റ് കൂടുതലായിരിക്കും. ഹയർ കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പോൾ കമ്പാരിറ്റീവ്ലി സൊല്യൂട്ട് കുറച്ചുകൂടി കൂടുതലായിരിക്കും, സോൾവെന്റിൻ്റെ അളവ് ലോവർ കോൺസെൻട്രേഷനിലുള്ള സോൾവെന്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറവായിരിക്കും. അപ്പോൾ ഇവിടെ ഓസ്മോസിസ് നടക്കുന്നുണ്ട്. ഇവിടെ സോൾവെന്റ് ഫ്ലോ ചെയ്യുന്നത് ലോവർ കോൺസെൻട്രേഷൻ സൈഡിൽ നിന്ന് ഹയർ കോൺസെൻട്രേഷൻ സൈഡിലേക്കായിരിക്കും. അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഓസ്മോസിസ് എന്ന് വിളിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കാണുന്നത് സോൾവെന്റ് പാർട്ടിക്കിൾസിനെ മാത്രമാണ് ആ മെംബ്രെയിൻ കടത്തിവിടുന്നത്. അങ്ങനെ സോൾവെന്റിനെ മാത്രം കടത്തിവിടുന്ന അല്ലെങ്കിൽ സൊല്യൂട്ടിനെ കടത്തിവിടാത്ത മെംബ്രെയിനെയാണ് സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഈ സെമി പെർമിയബിൾ മെംബ്രെയിൻ നാച്ചുറൽ മെംബ്രെയിൻ ഉണ്ട്, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സെമി പെർമിയബിൾ മെംബ്രെയിൻ ഉണ്ട്. നാച്ചുറൽ ആയിട്ടുള്ള സെമി പെർമിയബിൾ മെംബ്രെയിൻ എക്സാമ്പിളാണ് പിഗ്സ് ബ്ലാഡർ, പാർച്ച്മെന്റ് പേപ്പർ. അതുപോലെ ആർട്ടിഫിഷ്യലായിട്ട് ഉപയോഗിക്കുന്ന സെമി പെർമിയബിൾ മെംബ്രെയിൻ എക്സാമ്പിളാണ് സെലോഫെയിൻ. അതുപോലെ ഓസ്മോസിസിന് എക്സാമ്പിൾസ് ഒരുപാട് നമുക്കറിയാം, നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഒരു കുറച്ച് എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. റോ മാംഗോസ് shrivel when placed in brain solution. ബ്രെയിൻ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സാൾട്ട് സൊല്യൂഷൻ. പച്ചമാങ്ങ സാൾട്ട് സൊല്യൂഷനിൽ ഇട്ട് വെച്ചാൽ അത് ചുരുങ്ങിപ്പോകുന്നത് കാണാം. അതുപോലെ വിൽറ്റഡ് ഫ്ലവേഴ്സ് റിവൈവ് വെൻ പ്ലേസ്ഡ് ഇൻ ഫ്രഷ് വാട്ടർ. വാടിയ പൂവുകളൊക്കെ ഫ്രഷ് വാട്ടറിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ ഒന്നുകൂടി റിവൈവ് എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി ഉഷാറായി വരുന്നത് കാണാം, ഫ്രഷ് ആയിട്ട് വരുന്നത് കാണാം. ബ്ലഡ് സെൽസ് കൊളാപ്സ് വെൻ സസ്പെൻഡഡ് ഇൻ സലൈൻ വാട്ടർ. സലൈൻ വാട്ടർ എന്ന് പറഞ്ഞാലും സാൾട്ട് വാട്ടർ തന്നെയാണ്. അത് ഉപ്പുവെള്ളത്തിൽ ബ്ലഡ് സെൽസ് ഇട്ട് വെച്ചാൽ അവ നശിച്ചു പോകും, കൊളാപ്സ്. അതുപോലെ മറ്റൊരു എക്സാമ്പിളാണ് ദ പ്രിസർവേഷൻ ഓഫ് മീറ്റ് ബൈ സാൾട്ടിങ്. മാംസം കേടുകൂടാതിരിക്കാൻ ഉപ്പ് ചേർക്കുക, അതിന് ഉപ്പ് ചേർത്ത് പ്രിസർവ് ചെയ്യുക. ആൻഡ് ഫ്രൂട്ട്സ് ബൈ ആഡിങ് ഷുഗർ.
അതുപോലെ ഫ്രൂട്ട്സ് കേടുകൂടാതിരിക്കാൻ അതിലേക്ക് ഷുഗർ ചേർക്കാം. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം പ്രൊട്ടക്റ്റ് അഗെയിൻസ്റ്റ് ബാക്ടീരിയൽ ആക്ഷൻ. ഒരു ഫുഡ് നശിക്കുന്നത് അതിനെ ബാക്ടീരിയ അറ്റാക്ക് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ബാക്ടീരിയയുടെ അറ്റാക്കിനെ നമുക്ക് ഇതിലൂടെ എന്ത് ചെയ്യാം, പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ സംഭവിക്കുന്നത് ത്രൂ ഓസ്മോസിസ് ബാക്ടീരിയം ലോസസ് വാട്ടർ, ഷ്രിങ്ക്സ് ആൻഡ് ഡൈസ്. അപ്പോൾ ഈ ഉപ്പിലിട്ട മാംസം, അതുപോലെ പഞ്ചസാര ചേർത്ത ഫ്രൂട്ട്സ്, ഇതിലേക്കൊക്കെ ബാക്ടീരിയ വരുന്ന സമയത്ത് ഓസ്മോസിസ് സംഭവിച്ച് അവയിലുള്ള വാട്ടർ നഷ്ടപ്പെട്ട് അവ നശിച്ചു പോകും. അതുപോലെ നമ്മൾ മെഡിക്കൽ ഫീൽഡിൽ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് എഡിമ. എഡിമ എന്ന് പറയുന്നത് ഒരു തരം നീർക്കെട്ടാണ്. പീപ്പിൾ ടേക്കിംഗ് എ ലോട്ട് ഓഫ് സാൾട്ട് ഓർ സാൾട്ടി ഫുഡ് എക്സ്പീരിയൻസ് വാട്ടർ റിട്ടൻഷൻ ഇൻ ടിഷ്യൂ സെൽസ് ആൻഡ് ഇന്റർസെല്ലുലാർ സ്പേസസ് ബിക്കോസ് ഓഫ് ഓസ്മോസിസ്. കൂടുതലായിട്ട് ഉപ്പ് കഴിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ കൂടുതലായിട്ട് ഉപ്പ് രുചിയുള്ള ഭക്ഷണം കഴിക്കുന്ന ആളുകൾ, ഇവരിലൊക്കെ ടിഷ്യൂസിനകത്ത് അല്ലെങ്കിൽ സെല്ലുകൾക്കിടയിലുള്ള സ്പേസ്, ഇതിനകത്ത് വെള്ളം കെട്ടി നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും ബിക്കോസ് ഓഫ് ഓസ്മോസിസ്. അപ്പോൾ അവിടെയും ഓസ്മോസിസ് ആണ് സംഭവിക്കുന്നത്. അതുമൂലം ദ റിസൾട്ടിങ് പഫ്നെസ് ഓർ സ്വെല്ലിംഗ് ഈസ് കാൾഡ് എഡിമ. ഇങ്ങനെ റിട്ടൻഷൻ ഓഫ് വാട്ടർ കാരണം അവരിലുണ്ടാകുന്ന ഒരു തരം നീർക്കെട്ട്, അതാണ് പഫിനെസ് അല്ലെങ്കിൽ സ്വെല്ലിംഗ്, അതിനെ വിളിക്കുന്ന പേരാണ് എഡിമ. അപ്പം ഇതൊക്കെ ഓസ്മോസിന് എക്സാമ്പിൾസ് ആണ്. ഇനി എന്താണ് ഓസ്മോറ്റിക് പ്രഷർ എന്ന് നമുക്ക് നോക്കാം. അതിന് നമ്മൾ പൈ എന്ന സിമ്പലാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു, സൊല്യൂഷൻ സൈഡിലേക്ക് സോൾവെന്റ് ഫ്ലോ ചെയ്യുക, അല്ലെങ്കിൽ ലോവർ കോൺസെൻട്രേഷൻ സൈഡിൽ നിന്ന് ഹയർ കോൺസെൻട്രേഷൻ സൈഡിലേക്ക് സോൾവെന്റ് മൂവ് ചെയ്യുക. ഈ ഓസ്മോസിസ് എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ പ്രോസസ്സാണ്. അതൊരു സെമി പെർമിയബിൾ മെംബ്രെയിനിലൂടെ സോൾവെന്റ് മോളിക്യൂൾസ് ഫ്ലോ ചെയ്യും. അതിന് നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട. പക്ഷേ ഓസ്മോസിസ് നിർത്തണമെങ്കിൽ, അതിനെ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ നമ്മളൊരു പ്രഷർ എക്സസ് ആയിട്ട് നമ്മൾ കൊടുക്കണം. ആ പ്രഷർ എവിടെയാണ് കൊടുക്കേണ്ടത്? എങ്ങോട്ടാണോ സോൾവെന്റ് വരുന്നത് ആ ഭാഗത്താണ് കൊടുക്കേണ്ടത്. അപ്പോൾ എക്സസ് പ്രഷർ അപ്ലൈഡ് ഓൺ സൊല്യൂഷൻ സൈഡ് ടു സ്റ്റോപ്പ് ഓസ്മോസിസ്. ഓസ്മോസിസിനെ ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി സൊല്യൂഷൻ സൈഡിൽ കൊടുക്കുന്ന അധിക പ്രഷറിനെയാണ് ഓസ്മോറ്റിക് പ്രഷർ എന്ന് പറയും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടതുപോലെ സൊല്യൂട്ടിൻ്റെ മോളാർ മാസ് ഓസ്മോറ്റിക് പ്രഷറിൽ നിന്ന് എങ്ങനെ കണ്ടുപിടിക്കാം, അതിൻ്റെ ഡെറിവേഷനാണ്. ഫോർ ഡയലൂട്ട് സൊല്യൂഷൻസ് ഓസ്മോറ്റിക് പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി മോളാർ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ അറ്റ് ഗിവൺ ടെമ്പറേച്ചർ. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഡയലൂട്ട് സൊല്യൂഷൻസ് ആണ്. അപ്പോൾ എല്ലാ ഡയലൂട്ട് സൊല്യൂഷൻസിൻ്റെയും ഓസ്മോറ്റിക് പ്രഷർ രണ്ട് ഘടകങ്ങൾ ആശ്രയിച്ചിരിക്കുന്നു. ഒന്നതിൻ്റെ മോളാർ കോൺസെൻട്രേഷൻ അഥവാ മൊളാരിറ്റി, മറ്റൊന്ന് ടെമ്പറേച്ചർ. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം, പൈ പ്രൊപ്പോർഷണൽ സി ഇൻറ്റു ടി. ഇവിടെ സി എന്ന് പറഞ്ഞാൽ മോളാർ കോൺസെൻട്രേഷൻ ആണ്. ക്യാപിറ്റൽ എം അതിനിവിടെ സി എന്ന് ഉപയോഗിച്ചെന്ന് മാത്രം. അല്ലെങ്കിൽ പൈ ഈസ് ഈക്വൽ ടു സി ഇൻറ്റു ആർ ഇൻറ്റു ടി. ഒരു കോൺസ്റ്റന്റ് ആർ നമുക്ക് പരിചയമുള്ള കോൺസ്റ്റന്റ് ആണ്, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. ആറിൻ്റെ വാല്യൂസ് ഒക്കെ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്. പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമാണ്. പ്രഷറിൻ്റെ യൂണിറ്റിനനുസരിച്ച് ആറിൻ്റെ വാല്യൂ മാറി നമുക്കറിയാം. ATM ആണെങ്കിൽ 0.0821 ആണ്. ബാർ ആണെങ്കിൽ 0.083 ആണ്. അതുപോലെ പാസ്കൽ ആണെങ്കിൽ 8.314 ആണ്. അത് നമുക്ക് അറിഞ്ഞിരിക്കണം.
അപ്പോൾ ആ ഇക്വേഷനെ നമുക്ക് സിന്റെ സ്ഥാനത്ത് എന്താണ് മൊളാർ കോൺസെൻട്രേഷൻ, മൊളാരിറ്റി എങ്ങനെയാണ് കാണുക? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് N2 ഡിവൈഡഡ് ബൈ വോള്യൂം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പൈ ഈസ് ഈക്വൽ ടു N2 ബൈ V ഇൻറ്റു RT, അല്ലെങ്കിൽ പൈ V ഈസ് ഈക്വൽ ടു N2 RT. ഈ ഇക്വേഷൻ നമുക്ക് വേണമെങ്കിൽ ഐഡിയൽ ഗ്യാസ് ഇക്വേഷനുമായി കമ്പയർ ചെയ്യാം, ഓർത്ത് വെക്കാൻ വേണ്ടി. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്താ? പി വി ഈസ് ഈക്വൽ ടു NRT. ഇവിടെ പിന്റെ സ്ഥാനത്ത് പൈ വി ഈസ് ഈക്വൽ ടു N2 ഇൻറ്റു RT. അതൊന്നും മനസ്സിലാക്കാൻ വേണ്ടി മാത്രം, ഓർത്ത് വെക്കാൻ വേണ്ടി മാത്രം. N2 നമുക്കറിയാം, ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്. സോ പൈ വി ഈസ് ഈക്വൽ ടു W2 ബൈ M2 RT. So M2 is equal to W2 RT by pi V. അപ്പോൾ W2 എന്ന് പറഞ്ഞാൽ ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട്, R യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്, T ടെമ്പറേച്ചർ, പൈ ഓസ്മോറ്റിക് പ്രഷർ, V വോള്യൂം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. ഇവിടെ ആറിൻ്റെ വാല്യൂ പ്രഷറിൻ്റെ യൂണിറ്റിനനുസരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് അഡ്വാൻറ്റേജസ് ഓഫ് ഓസ്മോറ്റിക് പ്രഷർ മെഷർമെൻറ്റ് ഓവർ അതർ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി മെഷർമെൻറ്റ്. ഇപ്പം നമ്മൾ 4 കോളിഗേറ്റീവ് പ്രോപ്പർട്ടി പഠിച്ചു. ഈ 4-ൽ നിന്നും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളത് ഓസ്മോറ്റിക് പ്രഷറിനെ മെഷർ ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലത്. 4 കോളിഗേറ്റീവ് പ്രോപ്പർട്ടി നമുക്ക് മെഷർ ചെയ്യാം, പക്ഷെ കമ്പാരിറ്റീവ്ലി മറ്റ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസിനേക്കാൾ ഓസ്മോറ്റിക് പ്രഷർ മെഷർമെൻ്റ് ആണ് കുറച്ചുകൂടി ഇഫക്റ്റീവായി വരുന്നത്. അപ്പോൾ എന്തായിരിക്കും അതിന് കാരണം? അപ്പോൾ അതിൻ്റെ കാരണം പ്രധാനമായിട്ടും ഓസ്മോറ്റിക് പ്രഷറിന് 3 ഗുണങ്ങളുണ്ട്, അഡ്വാൻറ്റേജസ്. ഒന്നാമത്തെ ഗുണം നമ്മൾ പറഞ്ഞു, ഓസ്മോറ്റിക് പ്രഷർ ടെമ്പറേച്ചറിന് പ്രപ്പോർഷനാണ്. ഓസ്മോറ്റിക് പ്രഷർ മെഷർമെൻറ്റ് ക്യാൻ ബി ഡൺ അറ്റ് റൂം ടെമ്പറേച്ചർ. അപ്പോൾ പ്രഷർ കൂടിയാൽ ഓസ്മോറ്റിക് പ്രഷർ കൂടും, പ്രഷർ കുറഞ്ഞാൽ ഓസ്മോറ്റിക് പ്രഷർ കുറയും. അപ്പോൾ കൂടാതെയും കുറയാതെയും നമ്മളൊരു ഓപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഏതാണ്? റൂം ടെമ്പറേച്ചറാണ്. അപ്പോൾ ഓസ്മോറ്റിക് പ്രഷർ ഒരു ഓപ്റ്റിമം ടെമ്പറേച്ചറായ റൂം ടെമ്പറേച്ചറിലാണ് അത് അളക്കുന്നത്. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, here molarity of the solution is used instead of molality, which can be determined easily. ഓസ്മോറ്റിക് പ്രഷറിൽ പൈ ഈസ് ഈക്വൽ ടു C, മൊളാരിറ്റിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മറ്റ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസിലൊക്കെ മൊളാരിറ്റിയാണ്. മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ വോള്യൂം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ ആണ്. മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം. അപ്പോൾ മൊളാരിറ്റിയാണ് കുറച്ചുകൂടി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പം. മൂന്നാമത്തത്, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഓസ്മോറ്റിക് പ്രഷർ ഈസ് ലാർജ് ഈവൺ ഫോർ വെരി ഡയലൂട്ട് സൊല്യൂഷൻസ്. നമ്മൾ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എല്ലാം അളക്കുന്നത് വളരെ ഡയലൂട്ടായ സൊല്യൂഷൻസിൻ്റെയാണ്. വളരെ ഡയലൂട്ട് എന്ന് പറയുമ്പോൾ സൊല്യൂട്ടിൻ്റെ അളവ് വളരെ കുറവായിരിക്കും. സൊല്യൂട്ടിൻ്റെ അളവ് കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി കോളിഗേറ്റീവ് പ്രോപ്പർട്ടിൻ്റെ മാഗ്നിറ്റ്യൂഡും കുറയും. കാരണം കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് it depends on number of solute particles. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്ന കോളിഗേറ്റീവ് പ്രോപ്പർട്ടിൻ്റെ വാല്യൂ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും ഫോർ ഡയലൂട്ട് സൊല്യൂഷൻസ്. പക്ഷെ ഓസ്മോറ്റിക് പ്രഷറിൻ്റെ വാല്യൂ മറ്റ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസിനെ അപേക്ഷിച്ച് കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി ലാർജാണ്. അപ്പോൾ ആ ഒരു ഗുണം കൂടി ഇതിനുണ്ട്. അപ്പോൾ ഈ 3 അഡ്വാൻറ്റേജസ് ആണ് ഓസ്മോറ്റിക് പ്രഷറിന് മറ്റ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസിനേക്കാൾ ഉള്ളത്. അതുപോലെ പലപ്പോഴും ചോദിക്കാറുള്ളതാണ് ബയോമോളിക്യൂൾസ്, അതുപോലെ പോളിമേഴ്സ്. ഇവ രണ്ടും സൊല്യൂട്ട് ആയി വരുന്ന സൊല്യൂഷനിൽ നിന്ന് ഇവയുടെ മോളാർ മാസ് കണ്ടുപിടിക്കാൻ അത് ഏത് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്നതാണ് ബെറ്റർ? അതിൻ്റെ ആൻസർ ഇതാണ്, ദിസ് മെത്തേഡ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ദി ഡിറ്റർമിനേഷൻ ഓഫ് മോളാർ മാസ് ഓഫ് ബയോമോളിക്യൂൾസ് ആൻഡ് ഫോർ പോളിമേഴ്സ്. ദിസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഓസ്മോറ്റിക് പ്രഷർ
കണ്ടുപിടിച്ച് അതിൽ നിന്ന് മോളാർ മാസ്, ബയോമോളിക്യൂൾസിൻ്റെ അല്ലെങ്കിൽ പോളിമേഴ്സിൻ്റെ മോളാർ മാസ് കണ്ടുപിടിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. അപ്പം അതിൻ്റെ കാരണം നമ്മൾ പറഞ്ഞു, ഓസ്മോറ്റിക് പ്രഷറിന് ഈ പറഞ്ഞ അഡ്വാൻറ്റേജസുകളൊക്കെ ഉണ്ട്. അതിന് പുറമെ ബയോമോളിക്യൂൾസ് ദേ ആർ അൺസ്റ്റേബിൾ അറ്റ് ഹയർ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടുന്തോറും ബയോമോളിക്യൂൾസ് അൺസ്റ്റേബിൾ ആയിട്ട് മാറും, സ്റ്റെബിലിറ്റി നഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കുന്നത് ഒരു പക്ഷേ ആ ബയോമോളിക്യൂൾസ് തന്നെ ആയിക്കോണമെന്നില്ല, അത് ഡീകമ്പോസ് ചെയ്ത് വേറെ എന്തെങ്കിലും ആയിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഓസ്മോറ്റിക് പ്രഷർ ഉപയോഗിക്കുമ്പോൾ അവിടെ ടെമ്പറേച്ചർ കൂടുന്ന പ്രശ്നമില്ല, ബിക്കോസ് ഇറ്റ് ഈസ് ഡൺ അറ്റ് റൂം ടെമ്പറേച്ചർ. അതുപോലെ പോളിമേഴ്സിൻ്റെ കേസിൽ ദേ ഹാവ് പുവർ സൊല്യൂബിലിറ്റി. പോളിമേഴ്സ് കമ്പാരിറ്റീവ്ലി സൊല്യൂബിലിറ്റി വളരെ കുറവാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ആ സൊല്യൂഷനിൽ പോളിമറിൻ്റെ അളവ് വളരെ കുറവായിരിക്കും. അപ്പോൾ പോളിമറിൻ്റെ അളവ് വളരെ കുറയുമ്പോൾ അതിൻ്റെ അർത്ഥം സൊല്യൂട്ടിൻ്റെ നമ്പർ കുറവാണ്. അപ്പോൾ അവിടെ നിന്ന് മെഷർ ചെയ്യുന്ന കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസിൻ്റെ വാല്യൂ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മൂന്നാമത്തെ അഡ്വാൻറ്റേജിൽ ഓസ്മോറ്റിക് പ്രഷറിൻ്റെ വാല്യൂ മറ്റ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി വലുതാണ്. അപ്പോൾ അതിൽ നിന്ന് M2 കണ്ടുപിടിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ബയോമോളിക്യൂൾസിൻ്റെ കേസിലും പോളിമേഴ്സിൻ്റെ കേസിലും ഓസ്മോറ്റിക് പ്രഷർ ഉപയോഗിച്ച് മോളാർ മാസ് കണ്ടുപിടിക്കുന്നതാണ് ഇഫക്റ്റീവ്. അതിൻ്റെ കാരണം ഈ 3 അഡ്വാൻറ്റേജസും ഉണ്ട്. അതിന് പുറമെ ബയോമോളിക്യൂൾസ് ആർ അൺസ്റ്റേബിൾ അറ്റ് ഹൈ ടെമ്പറേച്ചർ ആൻഡ് പോളിമേഴ്സ് ഹാവ് പുവർ സൊല്യൂബിലിറ്റി. അതുപോലെ 2 സൊല്യൂഷൻസ് കിട്ടിയാൽ ആ സൊല്യൂഷൻസ് ഐസോട്ടോണിക് ആണോ, ഹൈപ്പർട്ടോണിക് ആണോ, ഹൈപ്പോട്ടോണിക് ആണോ? അപ്പോൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നത് ആ സൊല്യൂഷൻ്റെ ഓസ്മോറ്റിക് പ്രഷറിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ 2 സൊല്യൂഷൻ നമ്മുടെ കയ്യിലുണ്ട്, ഒരേ ടെമ്പറേച്ചറാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ടെമ്പറേച്ചർ മാറാൻ പാടില്ല. അപ്പോൾ ആ സെയിം ടെമ്പറേച്ചറിൽ 2 സൊല്യൂഷനും ഒരേ ഓസ്മോറ്റിക് പ്രഷർ ആണെങ്കിൽ നമ്മളതിന് ഐസോട്ടോണിക് സൊല്യൂഷൻ എന്ന് പറയും. അങ്ങനെ ഐസോട്ടോണിക് ആയിട്ടുള്ള ഈ 2 സൊല്യൂഷനുകളെ ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ ഉപയോഗിച്ച് നാം സെപ്പറേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അവിടെ ഓസ്മോസിസ് നടക്കില്ല, കാരണം രണ്ടിനും ഒരേ പ്രഷറാണ്. അതേസമയം നമ്മുടെ കയ്യിൽ 2 സൊല്യൂഷൻ ഉണ്ട്, ടെമ്പറേച്ചർ സെയിം ആണ്, അതിൽ ഒന്നിന് ഓസ്മോറ്റിക് പ്രഷർ കൂടുതലാണെങ്കിൽ ആ കൂടുതലുള്ളതിനെ ഹൈപ്പർടോണിക് സൊല്യൂഷൻ എന്ന് പറയും, കുറവുള്ളതിനെ ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ എന്ന് പറയും. പലപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, ഇറ്റ് ഈസ് സേഫ് ടു ഇൻജെക്ട് നോർമൽ സലൈൻ വാട്ടർ ഇൻട്രാവീനസ്ലി, വൈ? ഇതിനർത്ഥം എന്താ? നോർമൽ സലൈൻ വാട്ടർ നമ്മുടെ ശരീരത്തിലേക്ക് ഇൻജെക്റ്റ് ചെയ്യുന്നത് സുരക്ഷിതമാണ്. അത് നമ്മൾ ഇഞ്ചക്ഷനൊക്കെ എടുക്കുന്ന സമയത്ത് ആ മെഡിസിൻ്റെ കൂടെ സലൈൻ വാട്ടർ കൂടി മിക്സ് ചെയ്യുന്നത് കാണാം. സലൈൻ വാട്ടർ എന്ന് പറഞ്ഞാൽ നോർമൽ സലൈൻ വാട്ടർ. പക്ഷെ അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാറില്ല. അപ്പോൾ ആദ്യം എന്താണ് നോർമൽ സലൈൻ വാട്ടർ എന്ന് നോക്കാം. നോർമൽ സലൈൻ വാട്ടർ അല്ലെങ്കിൽ നോർമൽ സലൈൻ സൊല്യൂഷൻ എന്ന് പറയുന്നത് 0.9% മാസ് ബൈ വോളിയം സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനാണ്. അതെങ്ങനെ പ്രിപ്പയർ ചെയ്യുക? 0.9% മാസ് ബൈ വോളിയം സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുന്നത് 0.9 ഗ്രാം NaCl എടുക്കുക. അത് 99.1 മില്ലി ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്യാം. കാരണം രണ്ടും കൂടി ചേർന്നാൽ ടോട്ടൽ വോള്യം 100 ml ആകാനേ പാടുള്ളൂ. അപ്പോൾ 99.1 മില്ലി ലിറ്റർ വെള്ളത്തിൽ 0.9 ഗ്രാം സോഡിയം ക്ലോറൈഡ് ലയിപ്പിച്ചാൽ കിട്ടുന്ന സൊല്യൂഷനെയാണ് നോർമൽ സലൈൻ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇതാണ് ഇഞ്ചക്ഷൻ സമയത്ത് മെഡിസിനുമായി മിക്സ് ചെയ്യുന്നത്. ഇത് ശരീരത്തിലേക്ക് ഇഞ്ചക്ട് ചെയ്താൽ പ്രശ്നമില്ല, സേഫാണ്. അതിൻ്റെ കാരണം ഇതാണ്, അവർ ബ്ലഡ് സെൽസ് ആർ ഐസോട്ടോണിക് വിത്ത് നോർമൽ സലൈൻ സൊല്യൂഷൻ.
നമ്മുടെ ബ്ലഡിനകത്തുള്ള ഫ്ലൂയിഡ്സ് അതിൻ്റെ ഓസ്മോറ്റിക് പ്രഷറും ഈ പറഞ്ഞ നോർമൽ സലൈൻ സൊല്യൂഷൻ്റെ ഓസ്മോറ്റിക് പ്രഷറും സെയിം ആണ്, അല്ലെങ്കിൽ ബോത്ത് ആർ ഐസോട്ടോണിക്. അപ്പം അങ്ങനെ ഐസോട്ടോണിക് ആയ ഒരു സൊല്യൂഷൻ ശരീരത്തിലേക്ക് വരുമ്പോൾ അത് സേഫാണ്. സോ ഇറ്റ് ഈസ് സേഫ് ടു ഇൻജെക്ട് ഇൻട്രാവീനസ്ലി. അതുപോലെ ഇഫ് വി പ്ലേസ് അവർ ബ്ലഡ് സെൽസ് ഇൻ എ സൊല്യൂഷൻ കണ്ടെയ്നിങ് മോർ ദാൻ 0.9% NaCl, വാട്ടർ വിൽ ഫ്ലോ ഔട്ട് ഓഫ് ദി സെൽ ആൻഡ് ദേ വുഡ് ഷ്രിങ്ക്. നമ്മുടെ ബ്ലഡ് സെൽസ് 0.9% NaCl കൂടുതലുള്ള ഒരു സൊല്യൂഷനിലാണ് വെക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഐസോട്ടോണിക് ആയ രണ്ട് സൊല്യൂഷനുകൾ പരസ്പരം സെമി പെർമിയബിൾ മെംബ്രെയിൻ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്താൽ ഓസ്മോസിസ് നടക്കില്ല. അപ്പോൾ ബ്ലഡ് സെൽസും നോർമൽ സലൈൻ സൊല്യൂഷനും ഒരു അടുത്ത് വന്നാൽ, ഇത് രണ്ടും അടുത്ത് വന്നാൽ അവിടെ ഒന്നും സംഭവിക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിലേക്ക് അത് ഇഞ്ചെക്ട് ചെയ്താൽ സേഫ് ആണെന്ന് പറയുന്നത്. അതേസമയം 0.9%-നേക്കാൾ കൂടുതൽ NaCl ഉള്ള സൊല്യൂഷൻ അതിലേക്ക് ബ്ലഡ് സെൽസ് വെച്ച് കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുന്നത് വാട്ടർ വിൽ ഫ്ലോ ഔട്ട് ഓഫ് ദി സെൽ. ഈ സെല്ലിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുകും. ആൻഡ് ദേ വുഡ് ഷ്രിങ്ക്, അവ ചുരുങ്ങിപ്പോവും, അങ്ങനെ ആ സെല്ല് നശിക്കും. അതേസമയം ഇഫ് യു പ്ലേസ് അവർ ബ്ലഡ് സെൽസ് ഇൻ എ സൊല്യൂഷൻ കണ്ടെയ്നിങ് ലെസ് ദാൻ 0.9% NaCl, 0.9%-നേക്കാൾ കുറവ് NaCl ഉള്ള ഒരു സൊല്യൂഷനിലാണ് ബ്ലഡ് സെൽസ് വെക്കുന്നതെങ്കിൽ അവിടെയും എന്ത് സംഭവിക്കും? ഈ പറഞ്ഞ നേരെ ഓപ്പോസിറ്റ് സംഭവിക്കും. വാട്ടർ വിൽ ഫ്ലോ ഇൻ ടു ദി സെൽസ്, സെല്ലിലേക്ക് വാട്ടർ ഫ്ലോ ചെയ്യും. ആൻഡ് ദേ വുഡ് സ്വെൽ, അവ ആ സെല്ലുകൾ കുറച്ചുകൂടി വീർത്ത് അങ്ങനെ നശിച്ചു പോകുന്ന അവസ്ഥ ഉണ്ട്. അപ്പം ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ഇതാണ്, ബ്ലഡ് സെൽസ് നോർമൽ സലൈൻ സൊല്യൂഷനായ 0.9% NaCl സൊല്യൂഷനുമായി അടുത്ത് വന്നാൽ അവിടെ ഒന്നും സംഭവിക്കില്ല. 0.9%-നേക്കാൾ കൂടുതൽ NaCl ഉള്ള സൊല്യൂഷനുമായി ബ്ലഡ് സെൽസ് അടുത്ത് വന്നാൽ സെല്ലിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുകി സെല്ല് നശിക്കും. 0.9%-നേക്കാൾ കുറവ് NaCl ഉള്ള സൊല്യൂഷനുമായി ബ്ലഡ് സെൽസ് അടുത്ത് വന്നാൽ വെള്ളം ബ്ലഡ് സെൽസിനകത്തേക്ക് കയറി അവ ഒന്ന് വീർത്ത് അല്ലെങ്കിൽ തടിച്ച് അങ്ങനെയും നശിച്ചു പോകും. ഇനി നമ്മൾ പറയുന്നത് റിവേഴ്സ് ഓസ്മോസിസ്. നമ്മൾ ഇതുവരെ പറഞ്ഞ ഓസ്മോസിസ് എന്ന ഡെഫിനിഷന്റെ നേരെ ഓപ്പോസിറ്റ് റിവേഴ്സ് ഓസ്മോസിസിനെയാണ് RO എന്നറിയപ്പെടുന്നത്. ഇറ്റ് ഈസ് ദ ഫ്ലോ ഓഫ് സോൾവെന്റ് മോളിക്യൂൾസ് ഫ്രം സൊല്യൂഷൻ ടു പ്യുവർ സോൾവെന്റ് ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. അഥവാ ഒരു സൊല്യൂഷനും ഒരു സോൾവെന്റും ഒരു സെമി പെർമിയബിൾ മെംബ്രെയിനിലൂടെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? സൊല്യൂഷനിൽ നിന്ന് സോൾവെന്റ് എങ്ങോട്ട് ഫ്ലോ ചെയ്യുക? സോൾവെന്റ് ഭാഗത്തേക്ക് ഫ്ലോ ചെയ്യാം. അതിനെയാണ് റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ ഫ്ലോ ഓഫ് സോൾവെന്റ് മോളിക്യൂൾസ് ഫ്രം എ ഹയർ കോൺസെൻട്രേഷൻ സൈഡ് ടു എ ലോവർ കോൺസെൻട്രേഷൻ സൈഡ് ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. അല്ലെങ്കിൽ ഒരു ഹയർ കോൺസെൻട്രേഷൻ ഉള്ള ഒരു സൊല്യൂഷനും ലോവർ കോൺസെൻട്രേഷൻ ഉള്ള ഒരു സൊല്യൂഷനും ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഹയർ കോൺസെൻട്രേഷൻ സൈഡിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷൻ സൈഡിലേക്ക് സോൾവെന്റ് ഫ്ലോ ചെയ്യാം. അപ്പോൾ ഇത് ഓസ്മോസിന്റെ ഓപ്പോസിറ്റ് ആണ്. അതുകൊണ്ട് ഇതിനെ റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറയും. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഓസ്മോസിസ് ഇസ് എ നാച്ചുറൽ പ്രോസസ്സ്. അതിന് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട, അത് സ്വമേധയാ നടക്കും. പക്ഷെ റിവേഴ്സ് ഓസ്മോസിസ് നാച്ചുറൽ അല്ല, അത് സ്വയം നടക്കില്ല. ആ പ്രോസസ് നടക്കണമെങ്കിൽ നമ്മൾ ഒരു പ്രഷർ കൊടുക്കണം. ഇറ്റ് ഈസ് പോസിബിൾ if a pressure larger than the osmotic pressure is applied to the solution side. റിവേഴ്സ് ഓസ്മോസിസ് നടക്കണമെങ്കിൽ സൊല്യൂഷൻ സൈഡിൽ
ഓസ്മോറ്റിക് പ്രഷറിനേക്കാൾ കൂടുതൽ പ്രഷർ കൊടുത്താൽ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. അപ്പോൾ റിവേഴ്സ് ഓസ്മോസിസ് നടക്കാനുള്ള കണ്ടീഷൻ എന്താ? വി ഷുഡ് ഗിവ് എ പ്രഷർ ഇൻ സൊല്യൂഷൻ സൈഡ്. നമ്മളൊരു പ്രഷർ സൊല്യൂഷൻ സൈഡിൽ കൊടുക്കണം. അത് ഏത് പ്രഷർ ആയിരിക്കണം? ഓസ്മോറ്റിക് പ്രഷറിനേക്കാൾ കൂടുതൽ. കാരണം ഓസ്മോറ്റിക് പ്രഷറിന് തുല്യമായ പ്രഷറാണ് കൊടുക്കുന്നത് എങ്കിൽ എന്താ സംഭവിക്കുക? ഓസ്മോസിസ് സ്റ്റോപ്പ് ചെയ്യും. വീണ്ടും പ്രഷർ കൊടുക്കുക, അത് വീണ്ടും പ്രഷർ കൂട്ടുക, ഓസ്മോറ്റിക് പ്രഷറിനേക്കാൾ കൂടുതൽ പ്രഷർ കൊടുക്കുക. അപ്പോൾ ഓസ്മോസിന്റെ ഓപ്പോസിറ്റ് നടക്കും. ഈ റിവേഴ്സ് ഓസ്മോസിസിന്റെ അപ്ലിക്കേഷൻ അല്ലെങ്കിൽ അതിന്റെ യൂസ് ചോദിക്കാറുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യൂസാണ് ഡീസാലിനേഷൻ ഓഫ് സീ വാട്ടർ ടു ഗെറ്റ് ഡ്രിങ്കിങ് വാട്ടർ. ഇപ്പം ഗൾഫ് നാടുകൾ, അതുപോലെ മാൽദീവ്സ് തുടങ്ങിയൊക്കെ രാജ്യങ്ങളൊക്കെ കടലിനാൽ ചുറ്റപ്പെട്ട സ്ഥലങ്ങളൊക്കെ. അപ്പോൾ അവരുടെ ചുറ്റുഭാഗം ഇഷ്ടം പോലെ കടൽ വെള്ളമുണ്ട്, പക്ഷെ അത് കുടിക്കാൻ പറ്റില്ല. അപ്പോൾ ആ കടൽ വെള്ളത്തിൽ വാട്ടർ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് വാട്ടറിനെ വേർതിരിച്ചെടുക്കുകയാണെങ്കിൽ ബാക്കിയുള്ള NaCl മറ്റു മിനറൽസിനൊക്കെ ഒഴിവാക്കി വെള്ളത്തെ മാത്രം വേർതിരിച്ചെടുക്കുകയാണെങ്കിൽ അതെന്ത് ചെയ്യാം? കുടിവെള്ളമായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അത് കുടിവെള്ളം, സീ വാട്ടറിൽ നിന്ന് കുടിവെള്ളം ഉണ്ടാക്കുന്നത്, അതിന് ഡീസാലിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഉപ്പിനെ നീക്കം ചെയ്യാം. ആ പ്രോസസ്സ് റിവേഴ്സ് ഓസ്മോസിസിലൂടെയാണ് നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അപ്ലിക്കേഷനാണിത്. അതെങ്ങനെയാണ്? അതിൻ്റെ ജസ്റ്റ് ഒരു ഡയഗ്രാം അവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് 2 കമ്പാർട്ട്മെന്റ് കാണാം. അതിലൊരു കമ്പാർട്ട്മെന്റിൽ നമ്മൾ ഫ്രഷ് വാട്ടർ എടുക്കുന്നു, രണ്ടാമത്തെ കമ്പാർട്ട്മെന്റിൽ സാൾട്ട് വാട്ടർ അഥവാ സീ വാട്ടർ എടുക്കുന്നു. ഒരു സെമി പെർമിയബിൾ മെംബ്രെയിനിലൂടെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു. നമുക്കറിയാം, ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഫ്രഷ് വാട്ടർ സൈഡിൽ നിന്ന് സോൾവെന്റ് അഥവാ വെള്ളം എങ്ങോട്ട് ഒഴുകും? സാൾട്ട് വാട്ടർ സൈഡിലേക്ക് ഒഴുകും. അതിന് നമ്മൾ ഓസ്മോസിസ് എന്ന് പറയും. അപ്പോൾ ആ ഒഴുക്ക് തടയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതാണ് സൊല്യൂഷൻ സൈഡ്. ഇവിടെ നമ്മളൊരു പ്രഷർ കൊടുക്കുക. അപ്പോൾ അതിനാണ് ഇവിടെ പിസ്റ്റൺ ഘടിപ്പിച്ചിട്ടുണ്ട്. ഒരു പിസ്റ്റൺ ഉപയോഗിച്ച് നമ്മൾ പതിയെ പ്രഷർ കൂട്ടുക. അങ്ങനെ പ്രഷർ കൂട്ടി ഒരു നിശ്ചിത പ്രഷർ എത്തുമ്പോൾ എന്ത് സംഭവിക്കും? ഫ്രഷ് വാട്ടറിൽ നിന്ന് വെള്ളം ഇങ്ങോട്ട് ഒഴുകുന്നത് ജസ്റ്റ് സ്റ്റോപ്പ് ആവും, അതാ ഓസ്മോസിസ് സ്റ്റോപ്പ് ആവും. അപ്പോൾ അപ്പോഴുള്ള പ്രഷർ നമ്മൾ എന്താ വിളിക്കുക? ഓസ്മോറ്റിക് പ്രഷർ എന്ന് വിളിക്കും. ഇനി നമ്മൾ വീണ്ടും പ്രഷർ വർദ്ധിപ്പിച്ചാൽ, അപ്പോൾ അത് ഓസ്മോറ്റിക് പ്രഷറിനേക്കാൾ കൂടുതലുള്ള പ്രഷറാണ്. അപ്പം എന്ത് സംഭവിക്കും? റിവേഴ്സ് ഓസ്മോസിസ് സംഭവിക്കും. റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ ഈ സാൾട്ട് വാട്ടറിലുള്ള വെള്ളം, സോൾവെന്റ് എങ്ങോട്ടൊഴുകും? ഫ്രഷ് വാട്ടർ സൈഡിലേക്ക് ഒഴുകും. അപ്പോൾ ഇതിലുള്ള വെള്ളം മാത്രം സെമി പെർമിയബിൾ മെംബ്രെയിനിലൂടെ ഇങ്ങോട്ട് ഒഴുകും. അപ്പോൾ ഇവിടുത്തെ വെള്ളത്തിൻ്റെ അളവ് കൂടും. അപ്പോൾ അത് ഇതിലൂടെ എന്ത് ചെയ്യുന്നു? മാറ്റും. അപ്പോൾ ഇവിടെ എന്തുമാത്രം അവശേഷിക്കും? ഇതിലടങ്ങിയിരിക്കുന്ന ഉപ്പ് NaCl സൊല്യൂട്ട് ഇവിടെ നിൽക്കും. അതിലുള്ള സോൾവെന്റ് എല്ലാം ഇങ്ങോട്ട് പോകും. അപ്പോൾ നമുക്കറിയാം, ഇത് വെറുതെ നടക്കുന്ന പ്രോസസ്സ് അല്ല. ഇത് നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വി ഷുഡ് give a pressure more than osmotic pressure in this side. So when pressure more than osmotic pressure is applied, pure water is squeezed out of the sea water through the membrane.